നാട്ടിലെ ആർക്കെങ്കിലും വേണ്ടിയുള്ള സമരമല്ല, മറിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ആശുപത്രിയിൽ പോകാനോ സ്കൂളിൽ പോകുവാനോ ജീവിക്കുവാനോ പോലും വയ്യാത്ത സാഹചര്യമായി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ 26 ആശുപത്രിയിൽ പോയപ്പോൾ എനിക്ക് ശ്വാസകോശത്തിൽ അണുബാധയാണെന്ന് പറഞ്ഞു. കാരണം ഈ പൊടിയെല്ലാം കൂടെ പറന്ന് നമ്മുടെ നമുക്ക് റോഡ് സൈഡിൽ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കുവാൻ, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുവാൻ നമുക്ക് വയ്യാത്ത ഒരു സാഹചര്യമാണ് ഈ റോഡിനെ സംബന്ധിച്ചത്. നമ്മുടെ സമീപത്തുള്ള റോഡുകൾ മുഴുവൻ വലിയ മനോഹരമായ റോഡുകളായി തീരുമ്പോൾ ഈ പൊൻകുന്നത്ത് നിന്ന് ഈ കപ്പാടിന് പോകുന്ന ഈ തമ്പലക്കാട് നാട്ടുകാരുടെ ഈ റോഡ് മാത്രം വളരെ മോശപ്പെട്ട് കിടക്കുന്നത് നമ്മൾ പ്രതിഷേധിക്കാത്തത് കൊണ്ടാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പ്രതിഷേധിക്കാൻ നമുക്കറിയാം. ഇത്രയും നാളുകൾ നമ്മൾ ക്ഷമിച്ചിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അധികാരികളുടെ കണ്ണു തുറന്നുകൊണ്ട് ഈ റോഡിന്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്തായിരുന്നു. ഇനിയും അത് നീട്ടിക്കൊണ്ടുപോകുവാനാണെങ്കിൽ എന്തു വേണമെങ്കിൽ അടുത്ത ഒരാഴ്ച കൂടി നമുക്ക് ഈ അധികാരികൾക്ക് സമയം കൊടുക്കും. അത് കഴിഞ്ഞ് നടന്നില്ലെങ്കിൽ വേണ്ടി വന്നാൽ PWD മാർച്ചോ പോലീസ് സ്റ്റേഷൻ മാർച്ചോ എന്തു വേണ്ടി വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ ചെറുപ്പക്കാര് അത് ചെയ്യുവാൻ തയ്യാറാണെന്ന് തെളിയിക്കുന്നതാണ് ഈ യോഗത്തിൽ വന്നിരിക്കുന്ന ഇത്രയും ജനക്കൂട്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വൈകിയ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഓരോരോ അത്യാവശ്യങ്ങളുണ്ടെന്നറിയാം. നമ്മുടെ പ്രമുഖരായ നേതാക്കന്മാർ പലരും നമ്മോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ആമുഖമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആദ്യമായിട്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷനായ ശ്രീ രാജു ജോർജ് തേക്കുംതോട്ടം, ശ്രീ അമ്പിളി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനും അതുപോലെ ശ്രീ ദിലീപ് തുടങ്ങിയ ഇവിടെ കൂടിയിരിക്കുന്ന ജനപ്രതിനിധികൾ, പത്രത്തിന്റെ പ്രതിനിധികൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.